മാധ്യമ സഹോദരങ്ങളെ, കേരള പുലർ മഹാസഭയുടെ 55ാമത് സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് ഈ മാർച്ച് 15, 16, 17 തീയതികളിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഘടക സമ്മേളനങ്ങൾ നടക്കേണ്ടതുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ യൂണിയൻ സമ്മേളനങ്ങൾ ഈ ജനുവരി മാസം 18-ന് ആരംഭിച്ച് ഫെബ്രുവരി 1-ന് അവസാനിക്കുന്ന രീതിയിലാണ് സംഘടനാ സമ്മേളനങ്ങൾ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത്. ഞാൻ ഈ സംഘടനയുടെ സംസ്ഥാന നയരൂപീകരണ സമിതി അംഗവും ഈ ജില്ലയുടെ ചുമതല വഹിക്കുന്ന ആളുമായിട്ടുള്ള ടി.എ. വേണു. എന്നോടൊപ്പം ഇരിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ P.N. സുരൻ, ശാന്ത ഗോപാലൻ സംസ്ഥാന കമ്മിറ്റി അംഗം, P.V. പ്രതീഷ് സംസ്ഥാന കമ്മിറ്റി അംഗം. ഈ 4 പേരാണ് നമ്മൾ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടത്. കെ പി എം എസിൻ്റെ ഒരു നിലപാടുകളെ കുറിച്ച് പറയുമ്പോൾ, എതിർപ്പുകളെ നേരിടേണ്ടി വന്നാലും നിലപാടുകളെ പരസ്യപ്പെടുത്തി അത് വ്യക്തമാക്കി പോകും എന്നുള്ളതാണ് കെ പി എം എസിൻ്റെ ഒരു നിലപാട്. ഇപ്പോൾ ഈ സമ്മേളനം, കെ പി എം എസിൻ്റെ ഈ സമ്മേളനം നടക്കുന്ന ഒരു സമയം കീഴാള സ്വത്വത്തെക്കുറിച്ച് സംസാരിച്ച് ഒരു അടിമ ബോധം സൃഷ്ടിച്ച് ഒരു അരക്ഷിത ബോധം ഉണ്ടാക്കുകയും പട്ടിക വിഭാഗങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് കയറ്റി വെച്ചിട്ട് അവന് മുന്നോട്ട് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത വിധം തടവറ സൃഷ്ടിക്കുന്ന ബുദ്ധിജീവികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കെ പി എം എസിൻ്റെ ഈ സംഘടനാ സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു സമയം. അപ്പോൾ ഒരു ചോദ്യം വന്നേക്കാം, ഭൂതകാലം പറയേണ്ടതില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. ഭൂതകാലം, ആ ചരിത്രത്തിൽ നമുക്ക് അഭിമാനമുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതിൽ അഭിരമിച്ച് കഴിയാൻ പറ്റുന്ന ഒരു സമയമല്ല. നമ്മുടെ ഈ രാജ്യം ഭരിച്ച രാജാക്കന്മാർ പോലും സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങി ജീവിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. അപ്പോൾ കൺമുൻപിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടി ഈ സമൂഹത്തെ അതിനെ അതിജീവിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് കെ പി എം എസിൻ്റെ ഒരു കടമയും കർത്തവ്യവും. അതാണ് ആ സംഘടനാപരമായിട്ടുള്ള ഒരു നിലപാട്. ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾക്കുള്ളത് 10 യൂണിയൻ കമ്മിറ്റിയും അതുപോലെ 258 ശാഖകളും ആണ് ഞങ്ങൾക്ക് ഇവിടെ നിലവിലുള്ളത്. അതിൽ ശാഖാ കമ്മിറ്റികളുടെ മുഴുവൻ സമ്മേളനങ്ങളും ഞങ്ങൾ ജനുവരി മാസം 5-ാം തീയതി തന്നെ പൂർത്തീകരിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ ജനുവരി മാസം 18-ാം തീയതി യൂണിയൻ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ജനുവരി മാസം 18-ന് ഇരിങ്ങാലക്കുട യൂണിയൻ സമ്മേളനം കെ പി എം എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ P.A. അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമ്മേളനത്തിന് തുടക്കം കുറിക്കും. തുടർന്ന് മുരിയാട് യൂണിയനിൽ അന്നേ ദിവസം നടക്കുന്ന യൂണിയൻ സമ്മേളനം ടി.എ. വേണു ഉദ്ഘാടനം ചെയ്യും. 19-ാം തീയതി ആളൂർ യൂണിയനിലാണ് സമ്മേളനം നടക്കുന്നത്. മഹാസഭയുടെ സംസ്ഥാന ഖജാൻജി ശ്രീ സനീഷ് കുമാർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 25-ാം തീയതി കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ P.A. അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്യുകയും അന്നമനട യൂണിയനിൽ കെ പി എം എസിൻ്റെ സംഘടനാ സെക്രട്ടറി ശ്രീ P.V. ബാബു യൂണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. വെള്ളാങ്കല്ലൂർ യൂണിയനിൽ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ടി.എ. വേണു ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ ഫെബ്രുവരി 1 തീയതികളിൽ നടക്കുന്ന ചാലക്കുടി യൂണിയൻ സമ്മേളനം, മാള യൂണിയൻ സമ്മേളനം, അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കെ പി എം എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പുന്നല ശ്രീകുമാർ അവർകളാണ്. അതുപോലെ കൊരട്ടി യൂണിയനിൽ നടക്കുന്ന സമ്മേളനം ശ്രീ P.N. സുരൻ ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ ജില്ലയിലെ യൂണിയനുകളിലെ മുഴുവൻ സമ്മേളനങ്ങളും 1-ാം തീയതി അവസാനിക്കുകയാണ്. രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളെ കുറിച്ചൊക്കെ
ഒട്ടേറെ ചർച്ചകൾ നടക്കുന്ന ചർച്ചകളും അതുപോലെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമ്മേളനമായിരിക്കും APMSന്റെ ഈ 55ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഈ ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ എന്നാണ് ഈ പത്രസമ്മേളനത്തിൽ നമുക്ക് അറിയിക്കാനുള്ളത്. ഇരിങ്ങാലക്കുട പ്രിയ ഹാൾ രാവിലെ 10 മണിക്ക്. രാവിലെ തന്നെ പതാക ജാഥ, ദീപശിഖ ജാഥ, കൊടിമര ജാഥ ആരംഭിച്ച് പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞിട്ട് 10 മണിക്ക് സമ്മേളനത്തിന് തുടക്കം കൊടുക്കും.